ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബട്ടർഫ്ലൈ ഡിസൈൻസ്. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ഹെയർ കട്ടിങ്. ഫോട്ടോഷോപ്പിൻ്റെ എല്ലാ വേർഷനിലും കോമൺ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഷോർട്ട് ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ട്രിക്സും ഷോർട്ട് കട്ടും ഫോട്ടോഷോപ്പിൻ്റെ എല്ലാ വേർഷനിലും ഇന്ന് വരെ ചേഞ്ച് വന്നിട്ടില്ല. മാത്രവുമല്ല, നമ്മൾ ഇന്നത്തെ പലതരത്തിലും കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ ഉണ്ടെങ്കിലും ഇങ്ങനെ ഈ ഡെമോയിലൊക്കെ ഇട്ടതുപോലെ ഇഴകളായിട്ട് മുടിയുടെ ഈ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരു മുടിയുടെ ഒരു ലെയർ പോലും നഷ്ടമായിട്ടില്ല. അതെങ്ങനെ ചെയ്യാവുന്നത് എന്നാണ് നോക്കുന്നത്. അതിനായിട്ട് നമ്മൾ പലതരത്തിലും ടിപ്സുകൾ ഉണ്ടെങ്കിലും ഇന്ന് ഇവിടെ ഉപയോഗിക്കുന്നത്, ഈ ക്ലാസ്സിൽ കാണിച്ചു തരുന്നത് ലെയർ മാസ്ക് ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡാണ്. വേറെയും മെത്തേഡുകളുണ്ട്, അത് നമ്മൾ വേറെയും ക്ലാസ്സുകൾ വേറെ ടിപ്സുകളായിട്ടിടും. ഇന്നത്തെ ടോപ്പിക്സിൽ ലെയർ മാസ്ക് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഹെയർ സ്റ്റൈൽ എടുക്കാം. വരും ക്ലാസ്സുകളിൽ നമ്മുടെ വേറെയും വീഡിയോസുകളിൽ ഹെയർ കട്ടിങ്ങിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള പലതരത്തിലുള്ള ടിപ്സുകളായിട്ട് വരാം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് അപ്പോൾ വെൽക്കം. അതിനായിട്ട് ഞാൻ ഒരു ഫയൽ എടുക്കുകയാണ്. ഹെയർ കട്ടിങ്ങിന് വേണ്ടി ഈ ഇമേജിനെയാണ് ഞാൻ ഇന്ന് കട്ട് ചെയ്യാൻ പോകുന്നത്. ഒരു ഫയലും കൂടി എടുക്കുകയാണ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഞാൻ ഈ ഇമേജിനെ വലിച്ചിടുകയാണ്. അതിനായിട്ട് മൂവ് ടൂൾ എടുക്കുന്നു. ഇനി നമുക്ക് ഈ ഫയലിനെ കളഞ്ഞേക്കാം. ഈ ഫയൽ വെച്ചിട്ട് നമുക്കിങ്ങനെ ഹെയർ കട്ടിങ് ചെയ്യാമെന്ന് നോക്കാം. ആ ഫയലും വെച്ച് തന്നെ കട്ട് ചെയ്യാം. അത് വേറൊരു ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്നു. നമുക്കറിയാം, മാർക്ക് ടൂളൊക്കെ സെലക്ഷൻ ചെയ്യാനുള്ളത് ഇങ്ങനെ സെലക്ഷൻ ചെയ്യാൻ പറ്റും. ലെയറിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ലെയർ ബോക്സ്. ഇതിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത് അതൊക്കെ കാണിച്ചു തരും. ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഈ ലെയർ 1നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഇവിടെ സെലക്ഷനായി കിടക്കുന്നത്. ഈ സെലക്ഷനായ ലെയറിനെ നമുക്ക് ഈ മാർക്ക് ടൂളും കൊണ്ടോ ടൂളും കൊണ്ടൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഡിലീറ്റ് കൊടുത്തത് പൊയ്ക്കോളും. ഇങ്ങനെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇനി നമുക്കിതിനെ എങ്ങനെ ഹെയർ കട്ട് ചെയ്യാന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അത് ഇവിടെ ഇത്രയും പോർഷൻ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ടും ഒരു കുഴപ്പമില്ല. വെറുതെ ഒന്ന് ഞാൻ കട്ട് ചെയ്തെന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെയും നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കളയാം. പക്ഷേ കൺട്രോൾ ബാക്ക് അടിക്കും കേട്ടോ. അതല്ല നമ്മുടെ ടോപ്പിക്ക് ലെയർ മാസ്ക് ഇട്ടിട്ട് എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് ഇവിടെ ശ്രദ്ധിക്കുക, ലെയർ ബോക്സ് ഇവിടെ ഇല്ലെങ്കിൽ വിൻഡോയിൽ വന്ന് ലെയർ ബോക്സ് നമുക്കിവിടെ കാണിക്കാൻ പറ്റും. ഇവിടെ ഞാൻ ഓൾറെഡി എടുത്തു വെച്ചുകൊണ്ടാണ് ഇവിടെ ടിക്കായി കിടക്കുന്നത്. ഇല്ലാത്തവരാണെങ്കിൽ അത് എടുത്ത് വയ്ക്കുക. ഞാൻ മിക്കപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ ഷോർട്ട് ടിക്സുകൾ ഉപയോഗിക്കുക ലെയർ ബോക്സിൽ. കുറേ നമ്മൾ ചെയ്യുമ്പോൾ ലെയർ ബോക്സിൻ്റെ ഒന്നും ആവശ്യം വരില്ല. കാണിച്ചു തരുന്നതിനായിട്ട് ലെയർ ബോക്സ് ഇവിടെ തുറന്ന് വെക്കുക. ഈ ലെയറിനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അതിനായിട്ട് ഈ ലെയറിനെ സെലക്ട് ചെയ്യുക. ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യുക, Ctrl+J. അതിൻ്റെ തന്നെ ഒരു കോപ്പി വരുവാൻ വേണ്ടി ഉപയോഗിച്ചത് Ctrl+J ആണ്. അപ്പോൾ ഈ ലെയർ 1ൻ്റെ കട്ട് ചെയ്യാൻ നമ്മൾ എടുത്തതിൻ്റെ ലെയർ 1 കോപ്പി നമ്മളിവിടെ എടുത്തു. ലെയർ 1 കോപ്പി എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഈ താഴെയുള്ള ലെയർ 1നെ, ഒറിജിനൽ ലെയറിനെ നമുക്കിങ്ങനെ കണ്ണടിച്ച് ഇൻവിസിബിലിറ്റി ആക്കാം. അതിവിടെ താഴെയുണ്ട്, കാണില്ല. ഇപ്പോൾ ലെയർ 1 ആണ് ഇവിടെ സെലക്ട്, 1 കോപ്പിയാണ്. ഇതിൻ്റെ ലെയർ 1 കോപ്പിയാണ് ഇവിടെ സെലക്ട് ആയിരിക്കുന്നത്. ഈ ലെയറിനെ ഇങ്ങനെ സെലക്ട് ചെയ്തു. ഫോട്ടോഷോപ്പിൻ്റെ വേർഷനുകൾ മാറുന്നതനുസരിച്ച് സെലക്ഷൻ ബോണ്ടിങ് ചിലതിൽ ആഷ് ആയിരിക്കും, വൈറ്റ് ആയിരിക്കും, ചിലതിൽ നീലയായിരിക്കും. ഇതിൽ ഈ കളറാണ്. ഇങ്ങനെ സെലക്ഷൻ ആകുമ്പോഴാണ് ഇതിങ്ങനെ കാണിക്കുക. ഇതാണ് ഇത് സെലക്ഷൻ. നമുക്ക് ലെയർ 1 കോപ്പിന് സെലക്ഷൻ കൊടുത്തു.
ഷിഫ്റ്റ് കൺട്രോൾ യു. ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഷോർട്ട് കീസാണ് ഷിഫ്റ്റ് കൺട്രോൾ യു. ഷിഫ്റ്റ് കൺട്രോൾ യു. ദെൻ ഇവിടെ വരിക, ലെയറിൻ്റെ ഇവിടെ നോർമൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ആയി കണ്ടു അല്ലേ. ദെൻ അതിൻ്റെ ഷോർട്ട് കീസ് മൾട്ടിപ്ലൈൻ്റെ ഷിഫ്റ്റ് കൺട്രോൾ എം അടിച്ചു കൊടുത്താൽ മൾട്ടിപ്ലൈ വരും. ഷിഫ്റ്റ് കൺട്രോൾ യു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചു. ഇനി കൺട്രോൾ എൽ ലെവൽസിൻ്റെ ഷോർട്ട് കീസാണ്. ഇവിടെ ഞാൻ ഷോർട്ട് കീസ് മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. ഇനി ലെവൽസിൽ ഇങ്ങനെ 3 ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ മൗസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഗ്രേ പോയിൻ്റ്, ബ്ലാക്ക് പോയിൻ്റ്, വൈറ്റ് പോയിൻ്റ്. ഇതിൽ വൈറ്റ് പോയിൻ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക. ദെൻ ഈ പിക്ചറിലേക്ക് വരിക, ഇമേജിലേക്ക് വരിക. ഇതിങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്ത പോർഷനുകൾ പോയി. ഓക്കെ അടിക്കുക. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൊയ്ക്കോളും. ഒറ്റയടിക്ക് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ അത് പോയി കഴിഞ്ഞു. ഓക്കെ അടിച്ചു. ദെൻ ഫസ്റ്റ് ലെയറിൻ്റെ കണ്ണ് തുറന്നിങ്ങനെ വെക്കുക, അതിനെ മുകളിലോട്ട് വലിക്കുക. അപ്പോൾ അത് മുകളിലോട്ട് വന്നു. ലെയർ 1 കോപ്പി താഴത്തേക്ക് വന്നു എന്നർത്ഥം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ലെയർ മാസ്ക് ഇടുകയാണ്. അതിനായിട്ട് ലെയർ 1നെ സെലക്ട് ചെയ്യുക. ലെയർ 1 ഒറിജിനൽ 1നെ നമ്മൾ ലെയർ 1നെ സെലക്ട് ചെയ്യുക. ഇങ്ങനെ ഇവിടെ വന്ന് സെലക്ട് ചെയ്ത ശേഷം ലെയർ മാസ്ക് ഓപ്ഷൻ ഉണ്ട്. ലെയർ മാസ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റിവീൽ ഓൾ കൊടുക്കുക. ലെയർ മാസ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലെയറിൽ റിവീൽ ഓൾ കൊടുത്തു. ദെൻ ബ്രഷ് ടൂൾ ബോക്സിൽ നമ്മുടെ ഈ ടൂൾ ബോക്സിൽ ബ്രഷ് എടുക്കുകയാണ്. ബ്രഷ് ബി അടിച്ചു കൊടുത്താൽ മതി. ബ്രഷ് എടുക്കുന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ നമ്മുടെ കളർ പിക്കറിൽ മുകളിൽ ബ്ലാക്കും ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ ഉണ്ടല്ലേ, ഇവിടെ ബ്ലാക്കും ഇവിടെ വൈറ്റുമാണ്. ഇങ്ങനെ ആക്കി വെക്കണം, എന്നാലാണ് ലെയർ മാസ്ക് വർക്കൗട്ട് ആവുള്ളൂ. ബ്രഷ് എടുത്ത ശേഷം ഇവിടെ കളറ് ബ്ലാക്ക് മുകളിലും താഴെ വൈറ്റും ആക്കുക. ഇനി ഈ ബ്രഷ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ക്യാപ്സ് ലോക്ക് ഓഫായാൽ കാണില്ല. ക്യാപ്സ് ലോക്ക് ഓഫാക്കി ഇടുക. കീബോർഡിൽ ഓണാക്കി ഇടുക. ബ്രഷിനെ കുറിച്ച് ഡീറ്റെയിൽ തരുന്ന ഈ ബാർ ഇവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ വെറുതെ ബ്രഷ് എടുത്തതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ, മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് കാണിക്കുമ്പോൾ ഇവിടെ വേണമെങ്കിൽ വെറുതെ 300 അടിച്ചു കൊടുത്തേക്കാം. ഓക്കെ, ഹാർഡ്നെസ് വേണമെങ്കിൽ ഇച്ചിരി കൂട്ടി കൊടുക്കാം. ദെൻ അപ്പോൾ ബ്രഷ് കാണാൻ പറ്റുന്നുണ്ട്. ബ്രഷും കൂടെ ഇങ്ങനെ എറേസ് ചെയ്യുക. ബ്രഷും കൊണ്ട് എറേസ് ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്രഷ് ചെറുതാക്കാം. ഷോർട്ട് കീസ് ഉണ്ട്, ഒറ്റയടിക്ക് പറഞ്ഞു തന്നാൽ ശരിയാവാത്തതുകൊണ്ടാണ്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഹാർഡ്നെസ് കുറച്ച് കഴിഞ്ഞാൽ ബ്രഷ് ചെറുതാക്കാം നമുക്ക്. ബ്രഷിൻ്റെ പിക്സൽസ് നമുക്ക് കുറയ്ക്കും കൂട്ടുകയും ചെയ്യാം. അപ്പോൾ എന്താ വ്യത്യാസം എന്ന് അറിയാൻ വേണ്ടി ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി തെറ്റിപ്പോയി കൺട്രോൾ സെഡ് അടിച്ചാൽ മതി. അപ്പോൾ ബാക്കിലേക്ക് നമുക്ക് വരാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഹെയർ കട്ടിങ് ഇങ്ങനെ ആയിട്ടുണ്ട്. എങ്ങനെ നമുക്ക് ബാക്കിയുള്ള പോർഷനൊക്കെ കട്ട് ചെയ്യാന്നുള്ളത് പെൻ ടൂൾ വെച്ചിട്ടും ലാസോ ടൂൾ വെച്ചിട്ടും കട്ട് ചെയ്യുന്ന നമ്മുടെ വീഡിയോ കാണുക. അപ്പോൾ കുറച്ചും കൂടി വേറെ രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. സൂം ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഡീറ്റെയിൽ ഉണ്ടല്ലേ, മുടിയുടെ ഡീറ്റെയിൽ
കാണിച്ചു തരുന്നുണ്ട് കട്ട് ചെയ്തതിൻ്റെ. ഇനി ഇവിടെ ഇത്തിരി കയറിപ്പോയി, അതായത് വൈറ്റ് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഇവിടെ ലെയർ ബോക്സിലൂടെ ശ്രദ്ധിക്കുക, ക്ലിക്ക് ചെയ്യുക, ബ്രഷ് വീണ്ടും എടുക്കുക. ഈ വൈറ്റ് ആക്കി എന്താ സംഭവിക്കുക നമുക്ക് നിൽക്കും. വൈറ്റ് ഇടുന്ന ലെയർ മാസ്ക് അങ്ങനെ തന്നെ നമ്മൾ നേരത്തെയുള്ള ആ രീതിയിലേക്ക് വരും. ഇപ്പോൾ ബ്ലാക്ക് എടുത്തിട്ട് വേണം ഈ ലെയറിൻ്റെ ഈ ചങ്ങലക്കിട്ട് ഇപ്പുറത്തെ ഈ ലെയറിനെ സെലക്ട് ചെയ്തിട്ട് വേണം ഇങ്ങനെ ബ്രഷും കൊണ്ട് എറേസ് ചെയ്ത് കൊടുക്കുക. ബ്രഷിൻ്റെ ഹാർഡ്നെസ് കുറച്ച് കഴിഞ്ഞ് സൈസും നമുക്ക് 300 കൊടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. കീബോർഡിലാണ് കേട്ടോ അത് അടിച്ചു കൊടുത്തത്. ഇവിടെ വന്നാൽ ഇവിടെയും മാറ്റാൻ പറ്റും. ബ്രഷിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹാർഡ്നെസ്സും ഇങ്ങനെ ഒക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഹെയർ കട്ടിങ് ഇവിടെ ഫിനിഷിങ് ആയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് വല്ല സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മളപ്പോൾ അടുത്ത ക്ലാസ്സിൽ അത് മെൻഷൻ ചെയ്ത് തരുന്നതായിരിക്കും. ഇനി ഇതിനെ നമുക്ക് നീക്കണം എന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് പിടിക്കുക. കീബോർഡിൽ ഷിഫ്റ്റിൽ പിടിച്ചു കഴിഞ്ഞാൽ ഈ ലെയറും കൂടി സെലക്ട് ചെയ്യുക. ഷിഫ്റ്റിൽ പിടിച്ചതിന് ശേഷം 2 ലെയറും ഇതും സെലക്ട് ചെയ്യുക. ദെൻ അതിനുശേഷം കൈ വിട്ടതിന് ശേഷം മൂവ് ടൂൾ എടുക്കുക. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും നീക്കാം. കണ്ടില്ലേ? കൺട്രോൾ T കൊടുത്ത് വലുതാക്കാം, ചെറുതാക്കാം. അതിൻ്റെ ഒരു ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരാണെങ്കിൽ. അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെ ലെയർ നീക്കാം, വലുതാക്കാം, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്, കാണുക. അപ്പോൾ ഹെയർ കട്ടിങ് ഇന്നത്തെ ക്ലാസ് ഇവിടെ ഫിനിഷിങ് ആവുകയാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഫോട്ടോഷോപ്പിൻ്റെ ടിപ്സും ട്രിക്സും മറ്റുള്ള ബേസിക് ക്ലാസ്സുകളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഓക്കെ ബൈ, അടുത്ത വീഡിയോ കാണുന്നത് വരെ.